രാവിലെ ഇപ്പോൾ പ്രഭാതം കാണാൻ നല്ല രസമാണ്. മഞ്ഞ് മൂടപ്പെട്ട ഒരു പ്രഭാതമാണ്. കിളികളുടെ ശബ്ദമെല്ലാം കേട്ടാണ് രാവിലെ എണീക്കുന്നത്. രാവിലെ അണ്ണൻ നേരത്തെ പോകുന്നതുകൊണ്ട് ചായയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ രാവിലെ എണീക്കാറുണ്ട്. അങ്ങനെ അണ്ണനെയൊക്കെ പറഞ്ഞു വിട്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി നേരം എടുക്കും. ആ സമയം കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് അണ്ണൻ പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാമിക്കൊരു ഹായൊക്കെ കൊടുത്ത് നടക്കാനൊക്കെ പോയിട്ട് വരുന്നത്. കൂടെ ഞാനും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പോക്കില്ല. സ്കൂൾ അടവായതിന് ശേഷം ഞാൻ പോയിട്ടേ ഇല്ല. അത്ത വന്ന് പാലൊക്കെ തന്നിട്ട് അമ്മ എന്തോ സ്പെഷ്യലൊക്കെ കൊടുത്തു വിട്ട് അത്തായും പോയി. പിന്നെ ഞാൻ അടുക്കളയിലോട്ടൊക്കെ കയറി. അടുക്കളയിൽ പിന്നെ രാവിലത്തെ പണികളുണ്ടല്ലോ. ദോശയൊക്കെ ചുടാനുണ്ട്. ദോശയ്ക്ക് തലേന്ന് ഞാൻ ആട്ടി വെച്ചതായിരുന്നു. പൊന്തിയൊക്കെ വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അമ്മ കടലക്കറി കൊടുത്തു വിട്ട്. അടിപൊളി കടലക്കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ അമ്മയുടെ കടലക്കറി. നല്ല ടേസ്റ്റാണ്. ഞാനൊന്നും വെച്ചാൽ ഇതേപോലെ വരത്തേയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേന് അണ്ണൻ്റെ മാമിയാണെങ്കിൽ ഇന്ന് രാവിലെ ചായ കുടിക്കാൻ വരും. അപ്പോൾ ആ മാമിക്ക് ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്ത് ദോശ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ചുട്ട് കറി ഉള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്നായല്ലോ. ദോശയൊക്കെ ചുട്ട് ആ മാമിക്ക് ദോശയൊക്കെ കൊടുത്ത് പിന്നെ ഉച്ചയ്ക്കത്തേനുള്ള പരിപാടി തുടങ്ങിയായിരുന്നു. മീൻ വന്നപ്പോൾ മീൻ മേടിച്ചായിരുന്നു. 200 രൂപയുടെ മീനാണ്. മീനൊക്കെ എന്തൊരു വിലയാണ്. എന്നെ പറ്റിച്ചോ എന്നൊരു സംശയം ഇച്ചിരിയേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പുളിമുളക് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പരിപാടി തുടങ്ങി. ഞാൻ അരച്ചാണ് വെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൊഴുപ്പായിട്ടിരിക്കാൻ വേണ്ടി അരച്ച്. ഇവിടെ എല്ലാവർക്കും ഇച്ചിരി കുറുകിയിരിക്കണം കറി. അങ്ങനെ പിന്നെ അരച്ച് വെക്കാനായിട്ട് മീൻ സെറ്റാക്കി. ഇതിന് വേണം വറുക്കാനും കറി വയ്ക്കാനും എല്ലാം ഞാൻ ആക്കേണ്ടത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം എടുത്ത് മീനും മുളക് പറ്റി കൈയോടങ്ങ് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാനൊന്ന് കുളിച്ചിട്ട് വന്ന് എനിക്ക് മീൻ കഴിവേ കുളിക്കണം. പിന്നെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെ ആദ്യക്ക് കിഴങ്ങ് ഫ്രൈക്കുള്ള പരിപാടിയൊക്കെ നോക്കി. പിന്നെ മീനും അവിടെ സെറ്റാക്കി വെച്ചുകൊണ്ട് അതും എല്ലാം ഒരു പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. കിഴങ്ങ് വറുത്തിട്ട് ആ പാനിൽ തന്നെ മീൻ ഫ്രൈയും ചെയ്ത് വെച്ച് പിന്നെ മീൻകറി അവിടെ സെറ്റായ ആ നേരം കൊണ്ട് എനിക്ക് ഈ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് അടിച്ച് കഴിഞ്ഞാൽ ഒരു തിരി കത്തിക്കണം. അതപ്പോൾ നല്ലൊരു മണമൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വീട്ടിൽ കയറുമ്പോൾ ഒരു മണം വരുമല്ലോ. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ